KSU ക്യാമ്പിലെ കൂട്ടത്തല്ലിൽ കടുത്ത നിലപാടുമായി കെ സുധാകരൻ. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മാറ്റാൻ ആവശ്യപ്പെട്ട് കെ സുധാകരൻ ഹൈക്കമാൻഡിന് കത്ത് നൽകും. KPCC അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് സുധാകരന്റെ നീക്കം. ഇതു സംബന്ധിച്ച നിബന്ധന തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നെയ്യാഡാമിലെ KSUവിന്റെ കൂട്ടത്തല്ലിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടിലാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള പോരിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന് തന്നെയാണ് സൂചന. ഇപ്പോൾ അവസാനം ലഭിക്കുന്ന വിവരമനുസരിച്ച് കെ സുധാകരൻ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ദില്ലിയിൽ കത്ത് നൽകുമെന്നതാണ്. ഉടൻ തന്നെ അദ്ദേഹം ഇതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തും എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കാരണം നേതൃത്വത്തിന് ഇതിൽ കൃത്യമായ പങ്കുണ്ട്. സംസ്ഥാന പ്രസിഡന്റിനെതിരെ ആദ്യം നടപടി വേണം, അതിനുശേഷം മറ്റുള്ളവർക്കെതിരെ നടപടിയെടുക്കാം എന്ന നിലപാടിലാണ്. കാരണം KSU ആഭ്യന്തരമായി അന്വേഷണം നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന നിലയിലേക്ക് പോകുമ്പോൾ VD സതീശൻ ആ നിലയ്ക്കുള്ള നീക്കമാണ് നടത്തുന്നത്. അതിനെ കടത്തി വെട്ടിക്കൊണ്ട് കടുത്ത നടപടിയിലേക്ക് കെ സുധാകരൻ പോവുകയാണ്. ഈ ഉത്തരവാദിത്തം, അതായത് ക്യാമ്പ് എന്ന് പറയുന്നത് കുടിച്ചു കൂത്താടാനുള്ള വേദിയല്ല, അത് KSUവിൻ്റെ സംസ്ഥാന പഠന ക്യാമ്പായി കണക്കാക്കാൻ കഴിയില്ല. ഇത് പാർട്ടിക്ക് തീരാ കളങ്കമായി മാറി എന്നതാണ് കെ സുധാകരൻ്റെ നിലപാട്. അതുകൊണ്ട് സുധാകരൻ ഈ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ ഈ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. അതേസമയം KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഭ്യന്തര അന്വേഷണ സമിതിയെ നിശ്ചയിച്ചു. ജനറൽ സെക്രട്ടറിമാരായ 3 അംഗ സമിതി അംഗങ്ങളെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. അത് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനും ജൂൺ മാസം 2-ാം തീയതി ആദ്യ റിപ്പോർട്ടും പ്രാഥമിക റിപ്പോർട്ടും ജൂൺ മാസം 10-ാം തീയതി അവസാന റിപ്പോർട്ട് നൽകണമെന്നാണ് KSUവിൻ്റെ നീക്കം. പക്ഷേ ഈ നീക്കം എന്ന് പറയുന്നത് കമ്മീഷന്റെ നീക്കത്തിന് മുൻപായി KSU തന്നെ പ്രശ്നം പരിഹരിച്ചു എന്ന് വരുത്തി തീർക്കാനാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കടുത്ത നീക്കത്തിലേക്ക് സുധാകരൻ പോകുന്നത്. അതുകൊണ്ട് ഈ KSU ക്യാമ്പിലെ കൂട്ടത്തല്ല് സുധാകരനും VD സതീശനും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് മാറുകയാണ്. നിർഭൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ കൂട്ടയടിയിൽ സുധാകരൻ അനുകൂലികൾക്ക് മാത്രം നടപടിയെടുത്തു എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് സുധാകരന്റെ അസാധാരണ നീക്കം.